പാലക്കാട് മേഖലയിലെ പാലക്കാട് ജില്ലയിലെ ചില ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പ്രകമ്പനം സമാനമായ രീതിയിൽ അനുഭവപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗോകുൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോകുൽ, പാലക്കാട് ഏതൊക്കെ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള പ്രകമ്പനം അനുഭവപ്പെട്ടത്? മുഴക്കവും ഉണ്ടായിരുന്നോ? അതായത് പാലക്കാട് ഒറ്റപ്പാലം മേഖലയിലാണ് പ്രധാനമായും പ്രകമ്പനത്തെക്കാൾ ഉപരി ഇടിവെട്ടുന്നത് പോലുള്ള ഒരു ശബ്ദമാണ് ഉണ്ടായിട്ടുള്ളത്. ഒറ്റപ്പാലം നഗരസഭയിലെ പനമണ്ണ, വീട്ടാമ്പാറ, ലക്കിടി എന്ന് പറയുന്ന മേഖലയിലാണ് ഇങ്ങനെ ഉണ്ടായത്. ഏകദേശം 10 മണിക്കും 10:30ക്കും ഇടയിൽ ഉള്ള സമയത്താണ് ഇടിമുഴക്കം പോലുള്ള ഒരു ശബ്ദവും ജനൽ പ്രകമ്പനം പോലെയും ഉണ്ടായത്. പിന്നീട് പലരും, അതായത് ഈ പ്രദേശത്തുള്ളവർക്ക് ആദ്യ സമയത്ത് പിന്നീട് എന്താണെന്ന് കാര്യമെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് പലരും മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വയനാട്ടിലുണ്ടായ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായി, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രകമ്പനമായിരിക്കാം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒറ്റപ്പാലം നഗരസഭയിലാണ് ഇങ്ങനെ പ്രകമ്പനം ഉണ്ടായത്. ഒറ്റപ്പാലം നഗരസഭയിലെ പനമണ്ണ, വീട്ടാമ്പാറ, ലക്കിടി എന്നീ മേഖലകളിലാണ് ഇങ്ങനെ ഒരു തരത്തിലുള്ള ശബ്ദവും അതോടൊപ്പം തന്നെ പ്രകമ്പനവും ഉണ്ടായത്. കോതക്കുറിശി, വാണിയംകുളം, പനയൂർ ഈ മേഖലയിൽ വരെ ഒരു ഇടിമുഴക്കത്തിന് സമാനമായ ശബ്ദം ഉണ്ടായിരുന്നു. പക്ഷേ പനമണ്ണ മേഖലയിൽ ഉണ്ടായതിന് സമാനമായുള്ള ഒരു പ്രകമ്പനം ഈ പറയുന്ന വാണിയംകുളത്തും ഉണ്ടായില്ല. അവിടെ ഒരു ഇടിമുഴക്കത്തിന് സമാനമായ ഒരു ശബ്ദമാണ് ഉണ്ടായത്. അതായത് ഗോകുൽ, ജില്ലാ ഭരണകൂടം എന്തെങ്കിലും സ്ഥിരീകരണമോ അറിയിപ്പോ നൽകുന്നുണ്ടോ? അതായത് ഈ ഒരു സമയം വരെയും ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുന്നില്ല. എന്താണ് ഈ സംഭവം എന്ന് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ പോകാൻ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും ഒരു സംഭവം ഈ വാർത്താ മാധ്യമങ്ങളുടെയും മറ്റും വയനാട്ടിലെ സംഭവം അറിഞ്ഞതിനെ തുടർന്നാണ് പലരും നമ്മോട് നേരിട്ട് വിളിക്കുകയാണ്. ഇത്തരത്തിൽ തങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രദേശത്തും ഇങ്ങനെ പ്രകമ്പനം ഉണ്ടായെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലൊരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഭൂചലനമോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് സംബന്ധിച്ചൊരു സ്ഥിരീകരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഇതുവരെയും വന്നിട്ടില്ല. ഏതായാലും നമ്മൾ അതിനൊരു വിശദീകരണത്തിന് ഏതായാലും കാത്തിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് പാലക്കാട് ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പാലത്ത് ഉൾപ്പെടെ പ്രകമ്പനം അനുഭവപ്പെട്ടു. ഇടിമുഴക്കം പോലെയുള്ള ഒരു ശബ്ദം കേട്ടു എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. സമാനമായ രീതിയിലാണ് നമ്മൾ നേരത്തെ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങൾ, നെന്മേനി, അമ്പലവയൽ പ്രദേശങ്ങളിലൊക്കെ തന്നെ കേട്ടതുപോലെയുള്ള ഒരു ശബ്ദം പാലക്കാട് കൂടി കേൾക്കുന്നു. 3 ജില്ലകളിലേക്ക് ഇതിൻ്റെ പ്രകമ്പനം വ്യാപിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പാലക്കാട്, വയനാട്, ഒപ്പം കോഴിക്കോടിൻ്റെ ചില പ്രദേശങ്ങൾ, ഈ 3 ഇടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. കാരണം ചെറുമുഴക്കം, ഉഗ്ര ശബ്ദത്തിലുള്ള മുഴക്കമാണ്, ഇടിമുഴക്കം പോലെയാണ് ആളുകൾക്ക് കേട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.